ഹായ്, വെൽക്കം ടു ദി അതർ സൈഡ്. ഓക്കെ ഡോക്ടർ, ഇപ്പോ കഫ് സിറപ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? കഫ് സിറപ്പ് നല്ലതാണോ കോഫിന്? ഈ കഫ് സിറപ്പ് കുടിച്ചാൽ ചുമ മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അല്ലേ? ഇപ്പൊ കാണുന്ന ചുമ എന്ന് പറയുന്നത് 90% ഒരു പോസ്റ്റ് വൈറൽ കഫായിട്ടാണ് തോന്നാറുള്ളത്. പനിക്ക് ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ചുമ. പിന്നെ വളരെ കുറച്ച് മാത്രമേ ഒരു അഡീഷണൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുമായിട്ട് ചിലപ്പോ ചില കേസസ് ന്യൂമോണിയയിലേക്ക് വരെ പ്രോഗ്രസ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ കുട്ടികൾക്കാണെങ്കിലും അഡൽട്സിനാണെങ്കിലും ഈ പനി വിട്ട് മാറുമ്പോൾ ചുമ കുറെ നാളുകൾ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നത് മേ ബി ഒരു 2 to 3 വീക്സ് അത് കണ്ടിന്യൂ ചെയ്ത് പെർസിസ്റ്റ് ചെയ്യാം. അത് പെർസിസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം ബേസിക്കലി ഈ പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തില് ഇതിനോടുള്ള ഈ വൈറൽ ഇൻഫെക്ഷനോടുള്ള ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും. ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ പൊതുവെ IgE എന്ന് പറയുന്ന ഒരു ആന്റിബോഡിയും അല്ലെങ്കിൽ ഈസ്നോഫില് ഇതൊക്കെ ബ്ലഡിൽ കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇതിങ്ങനെ വരുമ്പോഴാണ് ഈ ചുമ പോലുള്ള ചുമ എന്ന് പറയുന്ന ആഫ്റ്റർ ഓൾ ബോഡിയുടെ ഒരു എന്താ പറയുക ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ചുമ. പക്ഷെ ഈ കഫ് സിറപ്പ് എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. ഒന്നെങ്കിൽ എക്സ്പെക്ടറൻസ് ഉണ്ട്, അല്ലെങ്കിൽ സപ്രസൻസ് ഉണ്ട്. എക്സ്പെക്ടറൻസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല കഫക്കത്തോടുള്ള ചുമയാണെങ്കിൽ ആ കഫം പോകാനാണ് ചുമയ്ക്ക് നമ്മൾ കഫ് സിറപ്പ് പൊതുവെ കൊടുക്കാറുള്ളത്. പക്ഷെ ഇത് കൊടുത്തു എന്ന് കരുതിയിട്ട് നമുക്ക് ഫ്ലൂയിന്റെ ബാക്കിയുള്ള എഫക്ട്സോ അല്ലെങ്കിൽ ഈ ചുമയുടെ ബേസിക് കോസ് ആയ ഒരു അലർജിയോ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് സപ്രസൻസും. ചുമയുടെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതല്ലാതെ എക്സാക്ട്ലി ആ ചുമയും പനിയും എല്ലാം പൂർണ്ണമായും വിട്ടുപോവുകയോ അലർജി വിട്ടുപോവുകയോ ചെയ്യുന്നില്ല. താൽക്കാലികമായ ആശ്വാസം. ഇതുപോലുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസിന്റെ ഒരു അപ്പർ ഹാൻഡ് പറയുന്നത്. അതായത് ഇതുപോലുള്ള മെഡിസിൻസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫറുമാണ്. അത് മാത്രമല്ല നമുക്ക് ചുമ മാറുകയും ചെയ്യും. നമുക്ക് ബേസിക്കലി അലർജി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുകയും ചെയ്യും. അലർജി കുറയുമ്പോൾ ഡെഫിനറ്റ്ലി ചുമയിൽ നിന്നോളും. ബാക്കിയുള്ള ഫ്ലൂയിന്റെ എഫക്ട്സ് ആയിട്ട് ബോഡിയിൽ നിൽക്കുന്നതും നമുക്ക് സബ്സൈഡഡ് ആവും.